എൻ്റെ മാളം മുഴുവൻ വെള്ളം നിറഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എന്നെ രക്ഷിക്കൂ, ഞാൻ വളരെ ചെറുതാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഒലിച്ചു പോകും. പേടിക്കണ്ട മീക്കു, എന്റെ വാലിൽ പിടിച്ചോളൂ. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഏത് അപകടത്തെയും നേരിടാം. മനോഹരമായ സുന്ദരവനം. കാട്ടിൽ ആ ദിവസം പതിവ് പോലെയുള്ള ഒന്നായിരുന്നില്ല. രാവിലെ മുതൽ ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. പക്ഷികൾ പോലും പേടിച്ച് നിശബ്ദരായി. പെട്ടെന്ന് ഇടിമിന്നലോടെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ചെറിയ തോടുകൾ വലിയ പുഴകളെ പോലെ കുത്തിയൊഴുകി. കാട്ടിലെ കുഴികളും മാളങ്ങളും കുറ്റിച്ചെടികളുമെല്ലാം വെള്ളത്തിനടിയിലായി. അയ്യോ, എൻ്റെ മാളം മുഴുവൻ വെള്ളം നിറഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എന്നെ രക്ഷിക്കൂ, ഞാൻ വളരെ ചെറുതാണ്. ഈ വെള്ളത്തിൽ ഞാൻ ഒലിച്ചു പോകും. പേടിക്കണ്ട മീക്കു, എന്റെ വാലിൽ പിടിച്ചോളൂ. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഏത് അപകടത്തെയും നേരിടാം. എല്ലാവരും ശ്രദ്ധിക്കൂ, പുഴയിലെ വെള്ളം കാട്ടിലേക്ക് വരികയാണ്. മരങ്ങളും വീഴുന്നുണ്ട്. കാടിന്റെ നടുവിലുള്ള ഉയർന്ന കുന്നിൻ മുകളിൽ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി. അവിടെ ഗജു ആനയും ഭോലു കരടിയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം പതുക്കെ ആ കുന്നിനെയും വിഴുങ്ങാൻ തുടങ്ങി. ഗജുവണ്ണ, വെള്ളം വളരെ വേഗത്തിൽ ഉയരുകയാണ്. ഈ കുന്നിന് നമ്മളെ അധിക നേരം സംരക്ഷിക്കാനാവില്ല. നമ്മുടെ മൈതാനങ്ങളും വീടുകളും എല്ലാം വെള്ളത്തിനടിയിലായി. നമ്മൾ ഇനി രക്ഷപ്പെടുമോ? എല്ലാവരും നിശബ്ദരായി തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് ടുണ്ടുണി ദൂരെ ഒരു വിചിത്രമായ വെളിച്ചം കണ്ടത്. നിൽക്കൂ, അവിടെ നോക്കൂ, ഒരു വലിയ സ്വർണ്ണ വെളിച്ചം കാണുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ദൂരെ ഒരു കൂറ്റൻ പപ്പായ മരം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. പക്ഷേ ആ മരത്തിനടുത്തേക്ക് എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. ഇടയിൽ കരകവിഞ്ഞൊഴുകുന്ന വെള്ളക്കെട്ടുണ്ട്. ഒഴുക്കിന് നല്ല വേഗതയുണ്ടായിരുന്നു. എനിക്കിത് കടക്കാൻ കഴിയില്ല. ഞാനുണ്ടല്ലോ. ഗജു ആന വെള്ളത്തിലിറങ്ങി. തന്റെ വലിയ ശരീരം കൊണ്ട് അവൻ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി. ഞാൻ മുകളിൽ നിന്ന് സുരക്ഷിതമായ വഴി കാണിച്ചു തരാം. എല്ലാവരും പരസ്പരം കൈകോർത്തു പിടിക്കൂ. ആരും കൂട്ടുവിടരുത്. എല്ലാവരും ചേർന്ന് വളരെ ശ്രദ്ധയോടെ ആ പ്രവാഹം മുറിച്ചു കടന്നു. അവർ മരത്തിനടുത്തെത്താറായപ്പോൾ ഒരു വലിയ മരം കാറ്റിലൊടിഞ്ഞ് വഴിക്ക് കുറുകെ വീണു. ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാവരും ഒരു വശത്തേക്ക് മാറി നിൽക്കൂ. ഭോലു കരടി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ മരം പതുക്കെ വഴിയിൽ നിന്ന് മാറ്റി. വാവ്, ഭോലു അണ്ണൻ എത്ര കരുത്തനാണ്! ഒടുവിൽ എല്ലാവരും ആ മരത്തിനടുത്തെത്തി. അതൊരു സാധാരണ മരമായിരുന്നില്ല. അതിന്റെ ഇലകൾ കുടകളെ പോലെ വലുതായിരുന്നു. പപ്പായകൾ സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും അത്ഭുതകരമായ ഒരു മരം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. അപ്പോൾ ആ മരം സംസാരിച്ചു. എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, പേടിക്കണ്ട. അയ്യോ, മരം സംസാരിക്കുന്നു. ഞാൻ ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. നിങ്ങൾ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നേരത്തെ കാണുന്നുണ്ടായിരുന്നോ? അതെ, പക്ഷെ എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്ത്? ഒരാപത്ത് വരുമ്പോൾ നിങ്ങൾ പരസ്പരം ഉപേക്ഷിച്ചോടി പോകുമോ, അതോ ഒത്തൊരുമയോടെ നിൽക്കുമോ? ഇന്ന് നിങ്ങൾ ഈ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. പെട്ടെന്ന് മരത്തിന്റെ ചില്ലകൾ ആടാൻ തുടങ്ങി. ആകാശം മുഴുവൻ സ്വർണ്ണ വെളിച്ചം പടർന്നു. വലിയ പപ്പായകൾ നിലത്തു വീണു. പക്ഷേ അവ പഴങ്ങളായല്ല, മനോഹരവും കരുത്തുറ്റതുമായ വഞ്ചികളായി മാറി. വലിയ ഇലകൾ കൂറ്റൻ കുടകളായി പരിണമിച്ചു. വാവ്, ഇത് ശരിക്കും ഒരു മാന്ത്രികത തന്നെ. ഈ വഞ്ചികൾ മുങ്ങില്ല. എല്ലാവരും അതിൽ കയറിക്കോളൂ. മൃഗങ്ങളെല്ലാം വഞ്ചികളിൽ കയറി. രാത്രി മുഴുവൻ മഴ പെയ്തു. കനത്ത കാറ്റും ഇടിമിന്നലുമുണ്ടായി. ഇടയ്ക്ക് ഒരു വഞ്ചി ശക്തമായ ഒഴുക്കിൽപ്പെട്ടു. ഞങ്ങൾ ഒഴുകിപ്പോകുകയാണ്. പേടിക്കേണ്ട. ഗജു ആന തന്റെ വവഞ്ചിയുമായി ചെന്ന് ആ വഞ്ചിയെ സുരക്ഷിതമായി വലിച്ചെടുത്തു. നമ്മൾ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു തിരമാലയ്ക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. മഴ നിന്നു.
വെള്ളമിറങ്ങിത്തുടങ്ങി. എല്ലാവരും സുരക്ഷിതമായി കരയ്ക്ക് കടത്തു. അപ്പോഴാണ് മറ്റൊരു അത്ഭുതം നടന്നത്. വഞ്ചികളെല്ലാം വീണ്ടും പപ്പായ പഴങ്ങളായി മാറി. ഇതുവരെയുള്ള നമ്മുടെ യാത്ര മുഴുവൻ പപ്പായയുടെ പുറത്തായിരുന്നോ? ഇപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചിരിക്കുന്നു. അതെന്താണ് പപ്പായന? മാന്ത്രികത വഞ്ചികളിലായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതെവിടെയായിരുന്നു? ആ മാന്ത്രികത നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ഗജുവിൻ്റെ ധൈര്യത്തിലും സോനയുടെ സ്നേഹത്തിലും ടുണ്ടുണിയുടെ ബുദ്ധിയിലും ഭോലുവിൻ്റെ കരുത്തിലും ചീക്കുവിൻ്റെ പ്രതീക്ഷയിലും മീക്കുവിൻ്റെ വിശ്വാസത്തിലുമാണ് ആ മന്ത്രവാദം കാണുന്നത്. നിങ്ങൾ പരസ്പരം താങ്ങായി നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറുന്നു. അതിനുശേഷം മൃഗങ്ങൾ തങ്ങളുടെ വീടുകൾ വീണ്ടും പണിതു എന്ന് മാത്രമല്ല, ഉയർന്ന സ്ഥലങ്ങളിൽ പുതിയ വീടുകൾ ഒരുക്കി. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മഴക്കാലത്തിനു മുൻപേ ഭക്ഷണം ശേഖരിക്കാൻ പഠിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർ ചെറിയ മൃഗങ്ങളെയും പഠിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് മഴയെ പേടിയില്ല. കാരണം ഒത്തൊരുമയുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും ജയിക്കാമെന്ന് അവർക്കറിയാമായിരുന്നു.